ഇന്ത്യൻ വ്യോമസേനാ വിമാനത്തിന് നേരെ സൈബർ ആക്രമണമെന്ന റിപ്പോർട്ടുകൾ. GPS സ്പൂഫിംഗിലൂടെ വിമാനത്തിന്റെ ലക്ഷ്യം തെറ്റിക്കാൻ ശ്രമിച്ചു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട പൈലറ്റുമാർ ഇന്റേണൽ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചാണ് പ്രതിസന്ധി മറികടന്നത്. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, മ്യാൻമറിലെ ഭൂകമ്പത്തെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാദൌത്യമായ ബ്രഹ്മയ്ക്ക് ഇടെയാണ് ഇത്തരത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾക്ക് നേരെ സൈബർ ആക്രമണമുണ്ടായത്. ഈ GPS സ്പൂഫിംഗിലൂടെ വിമാനങ്ങളുടെ ലക്ഷ്യം തെറ്റിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായത്. എന്നാൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പൈലറ്റുമാർ ഇന്റേണൽ നാവിഗേഷൻ വഴി വിമാനം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുകയായിരുന്നു. ഈ ആക്രമണം നേരിട്ടത് ഇന്ത്യൻ വ്യോമസേനയുടെ കൂറ്റൻ ഹെർക്കുലീസ് വിമാനത്തിനാണ്. ഈ വിമാനം ഇന്റേണൽ നാവിഗേഷൻ സംവിധാനം ഉപയോഗിച്ച് തിരിച്ച് ലക്ഷ്യത്തിലേക്ക് ഇറക്കുകയായിരുന്നു. വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ വിമാനങ്ങളിൽ ഒന്നാണ് ഈ C-130J ഹെർക്കുലീസ് വിമാനം എന്നുള്ളത്. പ്രത്യേകിച്ച് ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ അനായാസം ഇറക്കാൻ കഴിയുന്ന ചെറിയ റൺവേ മാത്രം ഇറക്കാൻ മതിയാകുന്ന ഒരു വിമാനമാണ് ഇന്ത്യ ലഡാക്കിലെ വിമാനത്താവളത്തിലും ഇറക്കിയത്. ഈ വിമാനമായിരുന്നു പരീക്ഷണാർത്ഥം. അത്തരത്തിൽ ഒരു വിമാനത്തിന് നേരെ ഒരു രക്ഷാദൌത്യത്തിനിടെ ആക്രമണമുണ്ടായത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് വ്യോമസേന കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ആരുടെ ഭാഗത്തു നിന്നാണ് ആക്രമണം ഉണ്ടായത് എന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉന്മേഷ്.